നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 10ാമത്തെ കഥ. 3 വിദഗ്ധന്മാർ. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തിനെ ബന്ധിച്ചു കൊണ്ടുവന്നു. വേതാളം പതിവ് പോലെ കഥ പറയാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ, ഒരു യന്ത്രപ്പണിക്കാരൻ, ഒരു മല്ലയുദ്ധ പ്രവീണൻ എന്നിങ്ങനെ 3 യുവാക്കന്മാർ പാർത്തിരുന്നു. 3 പേരും അവരവരുടെ തൊഴിലുകളിൽ കിടയില്ലാ വിദഗ്ധന്മാരെന്ന് അഭിമാനിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെ പാർത്തിരുന്ന ഒരു യുവസുന്ദരിയെ കണ്ട് മോഹിച്ച് അവർ 3 പേരും ഏകകാലത്തിൽ യുവതിയുടെ പിതാവിൻ്റെ സമീപം വിവാഹ അഭ്യർത്ഥനയുമായി എത്തി. അവരിൽ ഏറ്റവും സമർത്ഥനായ ആളിന് സ്വപുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് കന്യകയുടെ പിതാവ് സമ്മതിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു രാക്ഷസൻ വന്ന് പെൺകുട്ടിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വിവാഹാർത്ഥികൾ 3 പേരും കൂടി കന്യകയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ വ്യാപൃതരായി. ജ്യോതിശാസ്ത്രജ്ഞൻ തൻ്റെ വൈദഗ്ധ്യം പ്രയോഗിച്ച് യുവതിയെ അതിഗഹനമായ ഒരു രഹസ്യ സങ്കേതത്തിൽ ബന്ധനത്തിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് കണ്ടുപിടിച്ചു. ഉടൻ തന്നെ യന്ത്രപ്പണിക്കാരൻ തൻ്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് പ്രസ്തുത സ്ഥലത്ത് ചെന്നെത്താനുള്ള ഒരു വിമാനം നിർമ്മിച്ചു. അത് കണ്ട് 3ാമനായ മല്ലയുദ്ധ വിദഗ്ധൻ വിമാനത്തിൽ കയറി പെണ്ണിനെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി രാക്ഷസനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച് യുവതിയെ വീണ്ടെടുത്തു കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് അവൾക്ക് ആരാണ് അവകാശിയെന്ന് അവർ തമ്മിൽ തർക്കമായി. പ്രസ്തുത തർക്കം തീരാതെ സ്വപുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധ്യമല്ലാതെ യുവതിയുടെ പിതാവ് കുഴങ്ങി. അങ്ങ് ആലോചിച്ചു മറുപടി പറയുക. ആർക്കാണ് പെൺകുട്ടിയെ നൽകേണ്ടത്? വിക്രമാദിത്യൻ തൽക്ഷണം പ്രതിവചിച്ചു. സംശയമെന്ത്? സ്വജീവൻ അവഗണിച്ച് രാക്ഷസനുമായി ഘോര സമരം നടത്തി കന്യകയെ വീണ്ടെടുത്തു കൊണ്ടുവന്ന മല്ലയുദ്ധ പ്രവീണന്. വേതാളം ഉടൻ തന്നെ സ്വയം ബന്ധനവിമുക്തനായി വീണ്ടും തൻ്റെ പൂർവ്വ സങ്കേതത്തിലേക്ക് മടങ്ങി. നന്ദി.